ഹായ് ഡിയേഴ്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ചേമ്പിൻ തണ്ട് കൊണ്ടുള്ള തോരനാണേ. അപ്പോൾ അതിനുവേണ്ടി ആദ്യം പറമ്പിൽ പോയിട്ട് ചേമ്പിൻ തണ്ട് പറിച്ചു കൊണ്ടുവരണം. നമ്മൾ പറമ്പിലെത്തിയിട്ടുണ്ട്. ആ ചേമ്പിൻ തണ്ടൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. അധികം വണ്ണം വെച്ചിട്ടില്ല, തണ്ട് വണ്ണം കുറവാണ്. കുറച്ച് വണ്ണമുള്ള നോക്കി നല്ലൊരു തണ്ട് പറിച്ചെടുക്കാം. ഇതൊക്കെ ഇടയ്ക്കൊക്കെ ഉപയോഗിക്കണം, നല്ല പോഷകമൂല്യമുള്ളതാണ്. അപ്പോൾ ക്യാമറാമാനും അഭിനയിക്കുന്ന ആളും എല്ലാം ഒരാളായതുകൊണ്ട് കുറച്ച് വിഷമമുണ്ട്. കുറച്ച് പണിപ്പെട്ടിട്ടാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ ചേമ്പിൻ തണ്ടൊക്കെ പറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് വൃത്തിയാക്കിയിട്ട് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അപ്പോൾ അതിൻ്റെ ഇലയൊക്കെ ഒന്ന് മുറിച്ച് കളയുക. പിന്നെ അതിൻ്റെ നാര് ഒന്ന് പറിച്ച് കളയണം. നാരല്ല, പുറം തൊലി. ഇതുപോലെ ഇങ്ങനെ വലിച്ചെടുത്താൽ വേഗം കിട്ടും. നമ്മുടെ പറമ്പിലൊക്കെ വെറുതെ ഇങ്ങനെ ഒരുപാട് പോഷകമൂല്യമുള്ള സാധനങ്ങളുണ്ടല്ലേ, നമ്മളൊന്നും ഇതൊന്നും ഉപയോഗിക്കാറില്ല. പച്ചക്കറി വാങ്ങിക്കൊണ്ടുവരും, കറി വെക്കും, അത്ര തന്നെ. അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി കഴുകിയെടുത്തു. എന്നിട്ട് ചെറുതായിട്ടൊന്ന് അരിഞ്ഞിടുക. ചെറുതായിട്ട് അരിഞ്ഞിടുക, വലിങ്ങനെ അങ്ങനെ വേണമെങ്കിലും വെക്കാം. അപ്പോൾ അതിനകത്ത് കുറച്ച് ഉപ്പും മഞ്ഞൾ പൊടിയും ചേർത്തൊന്ന് തിരുമ്മി വെക്കുന്നുണ്ട്. ഇതിന് ചെറിയൊരു ചൊറിച്ചിലുണ്ടാവും. ഈ കർക്കിടകത്തിൽ അങ്ങനെ ചൊറിയൊന്നും ഇല്ല, എന്നാലും എന്നിട്ട് അതൊന്ന് തട്ടിപ്പൊത്തിയോടെ വെക്കുക. പിന്നെ തേങ്ങയും ചെറിയുള്ളിയും കാന്താരിയും കൂടെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട്. വെറുതെ ഒന്ന് ഒതുക്കിയെടുത്താൽ മതി. ശേഷം നമ്മൾ ഉപ്പ് പുരട്ടി വെച്ചില്ലേ, അതൊന്ന് ഞരടി പിഴിഞ്ഞെടുക്കണേ. അതിൻ്റെ വെള്ളം കളയണം. ഇങ്ങനെ എടുത്താൽ ചൊറിച്ചലൊന്നും ഉണ്ടാവില്ല. അപ്പം എല്ലാം നമ്മൾ ഞരടി പിഴിഞ്ഞെടുത്തു. നമുക്കിത് തോരൻ ഉണ്ടാക്കാം. വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും ഉണക്കമുളകും പൊട്ടിച്ചു. പിന്നെ അതിലേക്ക് തയ്യാറാക്കി വെച്ച ചേമ്പിൻ തണ്ടും കൂടെ ചേർത്ത് കൊടുക്കുന്നു. ആദ്യം ഒന്ന് നമ്മൾ മിക്സ് ചെയ്ത് ആവി കയറ്റിയിട്ട് എടുക്കുന്നുണ്ട്. അപ്പം നല്ലപോലെ ഒരു ആവിയൊക്കെ വന്നു. കുറച്ച് കറിവേപ്പില നേരത്തെ ഇടാൻ വിട്ടു. ഇതിനെ വേഗം പോകും കേട്ടോ. നല്ലപോലെ ഒന്ന് ആവി കയറിയതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ച കൂട്ടും കൂടി അതിനകത്തേക്ക് ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുന്നു. നമ്മൾ ആദ്യം ഉപ്പ് പുരട്ടി വെച്ചതല്ലേ, അതുകൊണ്ട് ചേമ്പിൻ തണ്ടിന് ഉപ്പ് ഉണ്ടാവും. അന്നേരം ഉപ്പ് നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കുക. വേണമെങ്കിൽ മാത്രം കുറച്ച് ചേർത്ത് കൊടുക്കുക. അപ്പം നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്ത് ഒന്നുകൂടി അടച്ച് വെച്ച് ആവി കയറ്റിയെടുത്താൽ അപ്പോഴത്തേക്ക് വെന്തിട്ടുണ്ടാവും. പിന്നെ നല്ലപോലെ ഒന്ന് ഡ്രൈ ആക്കി എടുത്താൽ നല്ല അടിപൊളി ടേസ്റ്റിൽ ഒരു തോരൻ റെഡി ആയിട്ടുണ്ട്. താങ്ക് യു.